അപ്പോഴേ കുറച്ച് ദിവസമായി ഫുൾ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇപ്പം ഇന്ന് ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോയെന്ന് വെച്ചാൽ അമ്മ കുറച്ച് ചക്ക വറുത്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ്, അതുപോലെ കുറച്ച് സാധനങ്ങൾ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ അമ്മമാർ ചെയ്തതിലൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല. പിന്നെ എത്ര നമ്മളൊക്കെ ചെയ്താലും എനിക്കെന്തോ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ. കാരണം പണ്ട് നമ്മൾ അവർ ഉണ്ടാക്കിയതല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉച്ചയ്ക്ക് തന്നെ ജോലിക്ക് തന്നെ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വൈകുന്നേരം അങ്ങോട്ട് വാ, ഇതെന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പോയി അതെടുത്തോണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പാചകമേ എന്ന് പറഞ്ഞാൽ വളരെ പുറകോട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അമ്മ നല്ലതായിട്ട് അച്ചാറൊക്കെ ഇടും, നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വറുത്തതും കഴിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ അമ്മ ഉണ്ടാക്കി ചക്ക വറ്റൽ അതൊക്കെ പോയി നമുക്ക് എടുത്തോണ്ട് വീഡിയോ എടുക്കണം. ഒറ്റയാക്കി എടുക്കണം, 2 സൈഡായിട്ട് എടുക്കണേ, ഷോട്ട് വിടാൻ. അങ്ങനെ വീടെത്തി കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇവിടെ എവിടെയോ വറക്കുന്നത്. ഇവിടെ വറുത്തോണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ. വറുക്കാനെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ ചക്കയൊക്കെ ഇത്രയും കൂടെ ഒക്കെ വറുക്കണമെങ്കിൽ കുറച്ച് നേരം എടുക്കില്ലേ. ഇതൊന്നും നോക്കില്ല. മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വലിയിരിക്കുന്നത് നല്ലത്. പക്ഷെ അതിനകത്ത് ഇട്ടപ്പില്ല. അത് ഒടിഞ്ഞു പോയി. അത് പോയതാണ്, പഴയതാ, ഒടിഞ്ഞു. ഞാൻ ഒന്ന് വീട്ടിൽ നല്ല മഞ്ഞ കളറായിരുന്നു, മഞ്ഞപ്പൊടി വെള്ളത്തിരിക്കുന്നത്. ഇത് വെളുപ്പായിരിക്കുന്ന ചക്ക അല്ല, മഞ്ഞപ്പൊടി ഇട്ട മഞ്ഞ കളറല്ലേ? മഞ്ഞപ്പൊടി ഇട്ടതാണ്, കണ്ടില്ലേ? അത് ഒത്തിരി നേരം ഇട്ട് വെച്ചാൽ മുല്ലമൊട്ട് വെച്ചാൽ പോയി, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി. മുല്ലയുണ്ട് കേട്ടോ, ഒരുപാട് മുല്ലമൊട്ടുണ്ട്. എല്ലാത്തിനും അതെല്ലാം അമ്മ പിച്ച് വെച്ചിട്ടുണ്ട്, നാളെ സ്കൂളിൽ വെച്ചോണ്ട്. അച്ഛൻ വന്ന് വഴക്ക് പറയും കാര്യം. ഫസ്റ്റ് ആ സാരമില്ല, ഇടയ്ക്കൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തത് നല്ലതാണ്. അമ്മ അത് ഞാൻ കാർ ഓടിക്കുന്നു. ഒന്നാമത് ഞാൻ പേടിച്ച വണ്ടി ഓടിക്കുന്നത്, അതിന്റെ ഇടയിൽ കൂടെ അവരെയും കൂടെ കൊണ്ടുവന്ന് എന്തിനാ ഒരു അപകടത്തിൽ കൊണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറഞ്ഞു, അവരെ കൊന്നു. ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ വണ്ടി അങ്ങ് എടുക്കും. അത് തന്നെ, ഞാൻ ഒന്നാമതേ ഓടിക്കുന്ന പേടിച്ച ആ കാറിന് വല്ലവിടെ കൊണ്ടിടിച്ച് അവരുടെ കൂടെ ആയുസ് യാകളെന്ന് എന്തിനാ. അപ്പോഴേ ഇവിടെ എന്തുവാ ചക്ക വറ്റല് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ തിന്ന് വയറ് അറിഞ്ഞ് ബാക്കി ഇത്രയും കൂടി ഇരിക്കുന്നു. ഇതെപ്പോഴെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ബാക്കി ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഉള്ളു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചക്കവറ്റൽ കിട്ടി, പിന്നെന്തോ ചീനി വറ്റൽ കിട്ടി, ചിപ്സ് കിട്ടി. അതെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് അപ്പോഴത്തേക്കും ഓവർലോഡായി, വയറെല്ലാം നല്ല ഓവർലോഡ്. ഇനി ഇരിക്കുക സാധനങ്ങൾ ഇനി അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടാക്കി പകുതി മുക്കാലും ഞാൻ തിന്ന് കേട്ടോ. പകുതി മുക്കാലിൽ കൂടുതൽ തിന്ന് ഇതായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. അപ്പം എല്ലാവരും മുല്ലപ്പൂ നിൽക്കല്ലേ, വെച്ചില്ല അടുത്തത് വേണ്ട.
ഇവിടെ പിടിച്ച മുല്ലപ്പൂവാണ് കേട്ടോ, ഇഷ്ടംപോലെ മുല്ലപ്പൂ ഇവിടെ ഉണ്ട്. അത് നല്ല അടുക്കിന്റെ എന്തോ നാല് രണ്ട് പാത്രത്തിലൊക്കെ ആക്കി അമ്മ അത് വാടാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് എടുത്തേ. ആണ്ടേ ഇലയിൽ പൊഞ്ഞു വെച്ചേക്കല്ലേ അമ്മേ? ആണ്ടേ കണ്ടോ, പാത്രത്തിലൊക്കെ ആക്കി അമ്മ. അതിനൊക്കെ തന്നെ ഇത് പൂവാണോ? അത് പോവാ. സത്യം ഞാൻ പറഞ്ഞ നമ്മുടെ ഈ മുല്ല മൊട്ടേ നമ്മള് പിച്ചിയിട്ട് കണക്കുള്ള പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച മണം പിറ്റുന്ന മണം പോറ്റുന്നുണ്ട. നല്ല മണമുണ്ട്. കാണിച്ചേ മോനെ, കണ്ട നല്ല പൂവാണ് കേട്ടോ, നല്ല മണമുണ്ട്. പക്ഷെ ഇത് കവറിലൊക്കെ ഇട്ടിരുന്ന അളിഞ്ഞു പോകും. കവറിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒരുമാതിരി. അപ്പൊ ഈ മുട്ടൊക്കെ ഇങ്ങനെ പിച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണമായിരിക്കും വെച്ചുകൊണ്ടൊക്കെ പോകുമ്പോ. ഇക്കള് വരുന്നു, തിന്ന് നിന്നിട്ടായിരിക്കും നല്ല ഇക്കള് വരുന്നുണ്ട്. അതും അതിനകത്ത്. അപ്പൊ ഇതും കൂടെ തട്ടി നമുക്ക് ഇതിനകത്ത് ഇട്ടോണ്ട് പോകാം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കെട്ടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കാം. പൂ മാറ്റിയാ മതിയല്ലോ. ഞാൻ ഇരുന്നില്ല മമ്മി. കണ്ടോ, ഇതിന്റെ ഇതിച്ചൂടെ കുറെ മുട്ടുകൾ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്ത് ഹാളിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ സ്കൂൾ അടയ്ക്കാറായപ്പോഴാണ് ഇത്രയും മുല്ലപ്പൂ ഒക്കെ വരുന്നത്. എങ്ങും ഇനിയിപ്പം സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്നൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഈ മുട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുള്ളു. എനിക്കാണെങ്കിൽ മുല്ലപ്പൂ ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ഞാൻ സ്കൂളിൽ ചെന്നപ്പം ഒരു തേർഡിലെ ഒരു മോളിങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ മിസ്സിനാന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം പിന്നെ സന്തോഷമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മുല്ലപ്പൂ. മുല്ല എവിടെ കണ്ടാലും ഞാൻ തപ്പിക്കൊണ്ടുവരാറുണ്ട്. പിച്ചി അതുപോലെ തന്നെ മുല്ലയായാലും കൊണ്ടുവരും. ഈ വീഡിയോ എടുക്കുന്നത് കൈ അഴയ്ക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അപ്പം എല്ലാമൊക്കെ കഴിഞ്ഞു. കഴിച്ച് അച്ഛൻ വന്ന് അച്ഛനും ഞങ്ങളും എല്ലാം ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇനിയിപ്പം സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായി. ഇനി വീട്ടിൽ പോകണം, കുളിക്കണം. ജോലിയും കഴിഞ്ഞ് നേരെ വന്നതാണ്. ഒന്നും ചെയ്തത് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് വന്ന് അമ്മ വിളിച്ചതല്ലേ വന്നിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് മുഖത്ത് കാണാനുമുണ്ട്, കാരണം മൊത്തം വിയർത്ത് നാറിയൊക്കെ നിൽക്കുന്ന ഒരു കോലമാട്ടോ. അപ്പം ഇനി എന്താ വീട്ടിലോട്ട് വേണം. ചെടിയിലൊക്കെ പൂത്തി നിൽക്കുന്നു. അടച്ചോട്ടെ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി നാളുകളായിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെക്കേഷനൊക്കെ ആകുമ്പോൾ വരണമെന്നൊക്കെ തോന്നും. പക്ഷെ സമയമില്ല. പിള്ളേരുടെ പഠിത്തം കാര്യങ്ങൾ ഒക്കെ ആകുമ്പം അതിനൊന്നും നേരം കിട്ടത്തില്ല. അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ വരുമായിരുന്നു, ഇപ്പം വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്നാ അപ്പോൾ അമ്മയുടെ വറ്റലൊക്കെ തിന്നിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ടാറ്റ. അപ്പം ഇനിയും വറ്റൽ ഉണ്ടാക്കുമ്പോൾ വരാം. അച്ഛൻ വറ്റൽ തിന്നുകൊണ്ടിരിക്കുന്നു. അമ്മ ഉണ്ടാക്കും, ഞങ്ങൾ തിന്നും. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അമ്മ കഴിക്കാൻ വരുമ്പോൾ പേപ്പർ മാത്രം ആണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും, തിന്നുന്നവർ തിന്നോണ്ടേ ഇരിക്കും. അതങ്ങനെയാണ്. അതെ, അമ്മ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു പലരുടെയും വയറ്റിനകത്ത് സ്ഥാനം പിടിച്ചത്. കൊച്ചുങ്ങൾക്ക് തിന്നാനല്ലേ ഉണ്ടാക്കുന്നത് നമ്മള്? അല്ലേ പറ, ആർക്ക് തിന്നാനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ മക്കൾക്ക് തിന്നാനാ നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ, ഉണ്ടാക്കുന്നത് മക്കൾക്ക് തിന്നാനായിട്ടോ. മക്കളെ വന്ന് തിന്നാൻ പോവാ. അതല്ലയോ സന്തോഷം. തള്ളമാർക്കും തന്തയ്ക്കും ഒക്കെ സന്തോഷം. അത് അപ്പൊ എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ്. അപ്പൊ ഞങ്ങൾ ഇനി പതുക്കെ വയറ്റിലോട്ട് പോകുന്നു. അതിനൊന്നും കൊടുത്തില്ല. ആരാ? നോക്കി. ആ സന്താനത്തിനുള്ളതെല്ലാം ഉണ്ട്. ഇളയ മോള് വന്നിട്ടില്ല, അപ്പൊ അവക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ചിപ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ചിപ്സ് കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ മണ്ടയ്ക്കാട്ട് പോയി കേട്ടോ. മണ്ടയ്ക്കാട്ട് പോയപ്പം പിന്നെ മണ്ടയ്ക്കാട്ടല്ലേ പോയത്? അല്ല സോറി, കൊല്ലംകോട്. മണ്ടയ്ക്കാട്ട് നേരത്തെ പോയതാ. കൊല്ലംകോട് തൂക്കം കാണാൻ പോയപ്പം അവര് കുറെ ചിപ്സ് അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടത്. അപ്പൊ അവർക്കൊന്നും എന്റെ മുഖം ഇരിക്കുന്നതൊക്കെ ഡള്ളായിട്ടാ. പുളി അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടത്. അപ്പൊ ഇവിടുത്തേനെക്കാട്ടി റേറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് അവിടെ. അങ്ങനെ വാങ്ങിച്ചതാ.
അപ്പോൾ ആ അമ്മ പറഞ്ഞ് മോക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, അമ്മ എവിടെയെങ്കിലും പോയാലും അവൾക്ക് വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, ഇപ്പം അവൾക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. സാരമില്ല, ഇഷ്ടംപോലെ വളയൊക്കെയായാലും അവിടെ നോക്കുന്നിടത്തല്ല അവളെ വള, ക്ലിപ്പുകൾ, സ്ലൈഡ് ഇതൊക്കെയാണ്. നമ്മൾ എവിടെയെങ്കിലും അമ്മ അവിടെ എന്ത് ചോദിച്ചാൽ നമുക്ക് എവിടെ നോക്കിയാലും കാണാം. അത് ഇന്ന സ്ഥലത്ത് നിന്നും നോക്കേണ്ട കാര്യമില്ല, പല വഴിക്കാണ് സാധനങ്ങൾ കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ബാത്റൂമിനകത്ത് വരെ അവളെ സാധനങ്ങളായിരിക്കും. സ്ലൈഡ്, ക്ലിപ്പ്, പണ്ട് നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ അതും എടുത്തിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കണം. ഇങ്ങനെയൊക്കെ വീട്, ഇപ്പം എല്ലാ വീട്ടിലും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കാം. കാരണം ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കേ.